വിവാഹമോചനം, ഡിവോഴ്സ്. പല കാരണങ്ങളും കൊണ്ടായിരിക്കും ഒരു പെണ്ണ് തന്റെ വിവാഹത്തിന്റെ അല്ലെങ്കിൽ വിവാഹ ഉടമ്പടിയിൽ നിന്നും പുറത്തേക്ക് മാറുന്നത്. അതൊരു പക്ഷേ അവൾക്ക് പരിഗണന കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് കിട്ടാത്തത് കൊണ്ടോ ആവാം. പലരും വിചാരിക്കും ഒരു വിവാഹമോചനം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. ഒരാളുടെ ഒപ്പം ജീവിച്ചു തുടങ്ങി, അയാൾ ശരിയാവുന്നില്ല എന്ന് തോന്നുന്നു, അയാളെ ഡിവോഴ്സ് ചെയ്തു, നമ്മൾ വേറൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഡോക്ടർ കിരൺ വിൻസെന്റ്, കമുദിനി എന്ന കഥാസമാഹാരത്തിന്റെ ഓതറാണ്. ഇതിൽ രണ്ടാമത്തെ കഥ പ്രതിപാദിക്കുന്നത് പൊറ്റ എന്ന് പറഞ്ഞൊരു പേരിലാണ്. മുന്നേ പറഞ്ഞ പോലെ വിവാഹമോചനത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. രാഘവെന്നും രാധികയെന്നും പേരുള്ള രണ്ടാളുകൾ. അവരൊരു കോളേജിൽ വെച്ച് പരിചയപ്പെടുന്നു, ഇഷ്ടത്തിലാവുന്നു, വീട്ടുകാരുടെ സമ്മതമെല്ലാം നേടി അവരൊരു വിവാഹ ഉടമ്പടിയിലേക്ക് കടക്കുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ പിരിയാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇതിൽ പറയുന്നുണ്ട്, രാഘവൻ ഞാൻ പറയുന്നത് സമചിത്തതയോടെ കേൾക്കണം. തന്റെ ഭർത്താവ് ജീവിച്ചിരിക്കെ ഒരു പെണ്ണിന് അവളുടെ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും സ്വന്തം അച്ഛനോടും അമ്മയോടും പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനെ മറ്റൊന്നായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അത് അവളെ നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പു പറഞ്ഞ ഭർത്താവ് അവളോട് ഒരു ശതമാനം പോലും നീതി കാണിച്ചിട്ടില്ലാത്തതുകൊണ്ടും പരിഗണന നൽകാത്തതുകൊണ്ടും മാത്രമാണ്. ശരിയാണ്, പല വിവാഹ ബന്ധങ്ങളും മോചനത്തിലേക്ക് എത്തുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഈ ഒരു പരിഗണന, അതിന്റെ കുറവ് കൊണ്ടാവാം. വിവാഹമോചനം എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പകലിന്റെ തീരുമാനം കൊണ്ട് എടുത്തതായിരിക്കില്ല. പല പകലുകളുടെ ആലോചനകളും പല ഇരവുകളുടെ, പല രാത്രികളുടെ കരച്ചിലും വിങ്ങലും പെടച്ചിലും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും തനിക്ക് വിവാഹമോചിതയാവണമെന്ന് ഒരു പെൺകുട്ടി ഉറച്ച തീരുമാനം തന്റെ പാർട്ട്ണറെയും വീട്ടുകാരെയും അറിയിക്കുന്നത്. അതിന് ഒരുപാട് ദിവസത്തെ, ഒരുപാട് നാളത്തെ മാനസികപരമായിട്ടുള്ള പിരിമുറുക്കത്തിലൂടെ കടന്നുപോയിട്ടായിരിക്കും അവർ ആ തീരുമാനം സൊസൈറ്റിയിലേക്ക് അറിയിക്കാനായിട്ട് പാകപ്പെടുന്നത് തന്നെ.